കോഴിക്കോട് താമരശ്ശേരി ചുങ്കത്ത് രൂക്ഷമായ ഗതാഗത കുരുക്ക്. മണിക്കൂറുകളായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. കോഴിക്കോട് വയനാട് ദേശീയപാതയും കൊയിലാണ്ടി മുക്കം എടവണ്ണ സംസ്ഥാന പാതയും ചേരുന്ന ഇടമാണ് താമരശ്ശേരി ചുങ്കം ജംഗ്ഷൻ. ട്രാഫിക് നിയന്ത്രിക്കാൻ 3 ഹോം ഗാർഡുകൾ ഉണ്ടെങ്കിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ആഷിഖ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി. ആഷിഖ്, എന്തുകൊണ്ടാണ് ഈ ആംബുലൻസുകൾ കടന്നു പോകാൻ പോലും സാധിക്കാത്ത അത്ര തരത്തിലുള്ള ഗതാഗത കുരുക്ക് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സ്ഥിരമായി ഇങ്ങനെ ഗതാഗത കുരുക്കുള്ളൊരു സ്ഥലമാണോ ഇത്? സ്ഥിരമായി ഗതാഗതക്കുരുക്കുള്ള സ്ഥലമാണ്. നമുക്കറിയാവുന്ന പോലെ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കാണ് ഈ കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ വരുന്നത്. പ്രത്യേകിച്ച് താമരശ്ശേരി ചുങ്കത്ത് അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പ്രധാനമായിട്ടും കോഴിക്കോട് നിന്ന് വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പുറമെ ഈ കൊയിലാണ്ടിയിൽ നിന്ന് മുക്കത്തേക്കും തിരിച്ചുമൊക്കെ പോകുന്ന നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ ഈ വഴിയിൽ കുടുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് രാത്രിയിലൊക്കെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണെങ്കിൽ നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഉച്ച സമയത്ത് പോലും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ആംബുലൻസ് അടക്കം മാത്രമല്ല, വലിയ എല്ലാ വാഹനങ്ങളും, പ്രത്യേകിച്ച് ഈ വയനാട്ടിൽ നമുക്കറിയാവുന്ന പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വയനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, ഈ വയനാട്ടിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി കോഴിക്കോട് നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ നിരവധി ആൾക്കാർ ഇത്തരത്തിൽ വലിയ ഗതാഗതക്കുരുക്കിൽ അനുഭവപ്പെടുകയാണ്. ഈ താമരശ്ശേരിയിൽ നിന്ന് ഏകദേശം അടിവാരത്തേക്ക് ഒരു 15-20 മിനിറ്റ് മാത്രമേ യാത്ര ദൂരമുള്ളൂ. പക്ഷേ അരമണിക്കൂറോളം മാത്രം ഈ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസും വലിയ രീതിയിൽ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. കാരണം 3 ഹോം ഗാർഡുകൾ ഈ ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം ചുങ്കത്ത് പോലീസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും പലരും അത്തരത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നൊരു പരാതിയുമുണ്ട്. അത്തരത്തിൽ ദൃശ്യങ്ങളും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവർ അതിൻ്റെ വഴിയിൽ നിന്ന് അത്തരത്തിൽ ആ കാര്യങ്ങൾ വീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഇറങ്ങിക്കൊണ്ട് ഈ ഗതാഗതം നിയന്ത്രിക്കാൻ അവരും ശ്രമിക്കുന്നില്ല എന്നൊരു ദൃശ്യവും നമുക്ക് അയച്ചു തന്ന ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വലിയ ഗതാഗതം നിൽക്കുമ്പോഴും പോലീസിന്റെ ഭാഗത്തൊന്നും കാര്യക്ഷമമായി ഇടപെടുന്നില്ല. വലിയ ഗതാഗതക്കുരുക്ക് ഈ വയനാട് കോഴിക്കോട് ദേശീയപാതയിൽ താമരശ്ശേരി ചുങ്കത്ത് അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതെന്ന് പറയുന്നത്, കോഴിക്കോട് നഗരത്തിലും സമാനമായ രീതിയിൽ ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും വലിയ ഗതാഗതം വരുന്നുണ്ട്. അത് കുന്നമംഗലം തുടങ്ങി കോഴിക്കോട് കൊടുവള്ളിയിലാണെങ്കിലും കോഴിക്കോട് നഗരത്തിലാണെങ്കിലും പോലും വലിയ ഗതാഗതക്കുരുക്ക് വരുന്നുണ്ട്. കോഴിക്കോട് വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് ക്രിസ്മസ് ആയതുകൊണ്ടാണ് വലിയ ഗതാഗതം അനുഭവപ്പെടുന്നതെങ്കിൽ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പോലീസ് കൃത്യമായ ഒരു ഗതാഗത ക്രമീകരണം തന്നെ നടപ്പാക്കണമെന്നാണ് നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത്. ആതിര, ശരി. ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.